കാസർഗോഡ് കുമ്പള അരിക്കാടിയിലെ ടോൾ പ്ലാസയ്ക്ക് നേരെയുണ്ടായ പ്രതിഷേധത്തിൽ കണ്ടാൽ അറിയാവുന്ന 500ഓളം പേർക്കെതിരെ കേസ്. സമരം തുടർന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന മഞ്ചേശ്വരം MLA AKM അഷ്റഫിന് പോലീസ് നോട്ടീസ് നൽകി. ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധക്കാർ ക്യാമറകളും സ്കാനറും ടോൾ ബാരിയറും ഉൾപ്പെടെയുള്ളവയൊക്കെ അടിച്ചു തകർത്തിരുന്നു. അതേസമയം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ഒറ്റ കാര്യം ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം, കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ. ഇന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ 12-ാം തീയതി ടോള് പിരിക്കുന്ന ദിവസം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പെർമിഷൻ കൊടുത്തു എന്നാണ്. ജഡ്ജൊരു വിധി പറയാതെ പിരിക്കുന്നെന്ന് പറയുന്നത് അന്യായമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരു ഇളവിന് റെഡിയല്ല. കാസർഗോഡ് ജില്ല ഒഴിവാക്കാൻ റെഡിയല്ല. അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡൻ ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ 100% തോൽക്കും. വരുന്ന ആളുകളിൽ നിങ്ങളത് കാണും. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സമരസമിതി ഉറപ്പിച്ചു പറയുമ്പോൾ ഇന്നെന്ത് പ്രതീക്ഷിക്കണം? തീർച്ചയായും ഭവ്യ, ഈ ടോൾ പിരിവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനം, ഇന്നലെ രാത്രി ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ പോലീസ് സ്വമേധ്യാ കേസ് എടുത്തിരിക്കുന്നു. ഇതിനു പുറമെ സത്യാഗ്രഹം സമരം നടത്തുന്ന AKM അഷ്റഫ് MLAക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. അതായത് പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ, ഈ സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോയാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. അത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു. ഏതായാലും AKM അഷ്റഫ് ഇതിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അറസ്റ്റ് ചെയ്താലും പിന്നോട്ടില്ല, ഇനി എന്ത് വന്നാലും ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് AKM അഷ്റഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം തുടരുന്നു. BJP ഒഴികെ DYFI ഉൾപ്പെടെ CPM ഉൾപ്പെടെ എല്ലാ പാർട്ടികളും ഈ ഒരു സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് പ്രതിഷേധക്കാർ ഇവിടെ ഉണ്ടായിരുന്ന 6ഓളം ക്യാമറകൾ തകർത്തു, അതോടൊപ്പം സ്കാനർ തകർത്തു, ഈ ടോൾ ഗേറ്റിൽ സ്ഥാപിച്ച ഈ ഗേറ്റ് അതൊക്കെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ടോൾ ഗേറ്റിലെ ആളുകളൊന്നുമില്ല, ജീവനക്കാരെല്ലാം തന്നെ അപ്പോൾ തന്നെ അവിടെ നിന്നും മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇപ്പോഴും ടോൾ പിരിക്കുന്നുണ്ട് എന്നതാണ്. അവിടെയുള്ള സ്കാനറിൽ ഓട്ടോമാറ്റിക്കായി അതിലെ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നും സംഘർഷത്തിന് ഒരു സാധ്യത തന്നെയാണ് കുമ്പള അരിക്കാടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇത്തരത്തിൽ സമരം ചെയ്യുന്നവർക്കെതിരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ഏതായാലും ഈ ദേശീയപാത അതോറിറ്റിയുടെ ഒരു പരാതി പോലീസിന് നൽകാനുണ്ട്. അത്തരം പരാതിയിലും വീണ്ടും കേസുകൾ ഉണ്ടാകാം. 1000ഓളം പേരാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ 500ഓളം പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് MLA ഉൾപ്പെടെ സമരസമിതി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഈ ടോൾ ഗേറ്റ് സാക്ഷ്യം വഹിക്കുന്നത്. ഏതായാലും ഈ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അതുവരെ ഈ ടോൾ പിരിക്കരുതെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ദേശീയപാത അതോറിറ്റി ഇന്നലെ നടത്തിയ ചർച്ചയിൽ, കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഇതിലൊരു തീരുമാനമായില്ല. ടോൾ പിരിവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. എന്തായാലും പ്രതിഷേധം കൂടുതൽ കടുക്കുന്നു. BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും സംയുക്തമായാണ് ഈ ജനകീയ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്. AKM അഷ്റഫിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമോ, അതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും പ്രതിഷേധ AKM അഷ്റഫ് അല്പസമയത്തിനകം തന്നെ ഈ ടോൾ ഗേറ്റിന് സമീപം എത്തും. ഭാവി പരിപാടികൾ, ഇനി സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും അവർ അറിയിക്കുന്നു. ഭവ്യ, KV ബൈജു ആണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.